വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിങ് മെയ് 2 എന്നറിയുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകും കമ്മീഷൻ നിർവഹിക്കുക. അതുമാത്രമല്ല, സംസ്ഥാന സർക്കാരിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിപ്പ് ലഭിച്ചിരിക്കുകയാണ്. ഷീജ ചേരുകയാണ്. ഷീജ, ഏറെ സുപ്രധാനമായ കാര്യമാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കമ്മീഷന് മെയ് 2 എന്നറിയുന്നു. മറ്റു വിവരങ്ങൾ എന്തെങ്കിലും? അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങിന്റെ തീയതി ഔദ്യോഗികമായിരിക്കുകയാണ്. മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷനിങ് നിർവഹിക്കും. നേരത്തെ തന്നെ ആദ്യഘട്ടത്തിന്റെ കമ്മീഷനിങ്ങിന് വേണ്ടിയിട്ടുള്ള മറ്റു നടപടികളെല്ലാം പൂർത്തിയാക്കി, പണിയെല്ലാം പൂർത്തിയാക്കി അതിന്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് ഡിസംബർ 2024 ഡിസംബർ 3 വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കടന്നിരുന്നു. പക്ഷേ അപ്പോഴും പ്രധാനമന്ത്രിയുടെ സമയം ലഭിക്കാത്തൊരു സാഹചര്യത്തിൽ കമ്മീഷനിങ് നീണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു. തുടർന്ന് വീണ്ടും കത്തിടപാടുകൾ സംസ്ഥാനവും പ്രധാനമന്ത്രിയുടെ ഓഫീസും തമ്മിൽ നടത്തിയതിന്റെ ഒടുവിലാണ് ഇന്നിപ്പോൾ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ആദ്യഘട്ടത്തിന്റെ കമ്മീഷനിങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് 2 നിർവഹിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള അറിയിപ്പ്. ഷിജ, കേരളത്തിന്റെ ഏറെ സ്വപ്ന പദ്ധതി എന്ന് തന്നെ പറയാം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ. വ്യവസായ മേഖലയിലടക്കം കേരളത്തിന് വലിയ തരത്തിലുള്ള സംഭാവനകളടക്കം നൽകാൻ പോകുന്ന ഒന്നുകൂടിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. അത്തരത്തിൽ നോക്കുമ്പോൾ ഇതിന്റെ കമ്മീഷനിങ് എന്ന് പറയുന്നത് കേരളത്തിന്റെ വികസനത്തിന് തന്നെ ഒരു നാഴികക്കല്ലാകുന്ന കാര്യം തന്നെയാണോ? തീർച്ചയായും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇതിനകം തന്നെ ലോകശ്രദ്ധ നേടിയിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം ഇതിനകം തന്നെ 6 ലക്ഷത്തോളം TEU ആണ് ഇവിടെ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത് തന്നെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമാണ്. അതിനൊപ്പം തന്നെ MSCയുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകൾ തുർക്കിയാണ് കഴിഞ്ഞ ആഴ്ചയിലാണ് ഇവിടെ വന്ന് മടങ്ങിയിരിക്കുന്നത്. ആ രീതിയിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ പിടിച്ചുപറ്റി ഇതിനകം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ടത്. അത്തരമൊരു ഘട്ടത്തിൽ കമ്മീഷനിങ് കൂടി നടക്കുമ്പോൾ അത് പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമാകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ കൂടുതൽ നേട്ടം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ഇതിലൂടെ സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ളതിൽ തർക്കമില്ല. ആതിര, ശരി, എന്തായാലും ഏറെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിങ് മെയ് 2 നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകും കമ്മീഷൻ നിർവഹിക്കുക. അതുമാത്രമല്ല, സംസ്ഥാന സർക്കാരിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുമാണ് ഈ ഒരു അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതി കൂടിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറയുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തരത്തിലുള്ള വ്യവസായ മേഖലയിലടക്കം കേരളത്തിന് മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്ന ഒരു പദ്ധതി കൂടിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിങ് കൂടി നടക്കാൻ പോകുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നോക്കുമ്പോഴും കേരള വികസനത്തിൽ വളരെ വലിയ നാഴികക്കല്ലായി മാറുക തന്നെയാണ് വിഴിഞ്ഞം തുറമുഖമെന്ന് പറയുന്നത്. ഇപ്പോൾ അതിന്റെ കമ്മീഷനിങ് മെയ് 2 നടക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഷീജ തുടരുന്നുണ്ട്. ഷീജ, ഇത്തരത്തിൽ ഇപ്പോൾ നമുക്ക് ലഭ്യത വരുമെന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകും ഈ ഒരു കമ്മീഷൻ നിർവഹിക്കുക. മറ്റേതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നുണ്ടോ ഈ ഒരു ക്രമീകരണങ്ങൾ സംബന്ധിച്ച്, ഈ ഒരു കമ്മീഷനിങ് സംബന്ധിച്ച്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിങ് മെയ് 2 നടക്കുമെന്ന് കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകും ഈ കമ്മീഷൻ നിർവഹിക്കുക. സംസ്ഥാന സർക്കാരിനാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഈ ഒരു ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. രാജ്യത്തിന്റെ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ വളരെയേറെ അഭിമാന പദ്ധതി കൂടിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമെന്ന് പറയുന്നതാണ് മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിക്കാൻ പോകുന്നത്. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനവും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനം തീരുമാനിച്ചെങ്കിലും സന്ദർശനത്തിന്റെ വിശദാംശങ്ങളുടെ അന്തിമ രൂപമൊക്കെ തന്നെ അറിയിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കേന്ദ്രം ഇത്തരത്തിൽ മെയ് 2 ഇതിന്റെ കമ്മീഷനിങ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി തന്നെയാകും അത് നിർവഹിക്കുക എന്നൊരു കാര്യം കേരളത്തെ അറിയിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുമാണ് ഈ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിങ് മെയ് 2 നടക്കുമെന്ന് കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ തന്നെ അഭിമാന പദ്ധതി കൂടിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകും കമ്മീഷനിങ് ചെയ്യുക. ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനവും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനവും ഒക്കെ തന്നെ തീരുമാനിക്കുന്ന ഘട്ടങ്ങളൊക്കെ തന്നെ നേരത്തെ ഉണ്ടായി എങ്കിൽ തന്നെയും വ്യക്തമായിട്ടുള്ളൊരു കാര്യം കേന്ദ്രം അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കേരളത്തിന്റെ അഭിമാന പദ്ധതി കൂടിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിങ് മെയ് 2 നടക്കുമെന്ന് സംസ്ഥാന സർക്കാരിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിപ്പ് ലഭിച്ചിരിക്കുകയാണ്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.